ഓ വന്നോ? അല്ല 16-കാരിയെ കണ്ട് നിക്കാഹ് ഉറപ്പിച്ചോ? അതെ, എന്നെ ഒഴിവാക്കണെങ്കിലേ കാലിയാരെടുത്ത് പോണ്ട കാര്യമൊന്നുമില്ല. ഉപ്പ ഹജ്ജിന് പോയാ പിറ്റേന്ന് ഞാനും എന്റെ മോള് ഇവിടുന്ന് ഇറങ്ങിക്കോളും. പാവം ഉപ്പാനെ വിചാരിച്ചിട്ടാ. നിങ്ങൾ എവിടെയാ കിടക്കണേ? നിങ്ങൾ അവിടെ കിടക്കുകയാണെങ്കിലേ ഞാനും എന്റെ മോള് ഓഫീസ് റൂമിൽ കിടന്നോളാം. ഇന്ന് പോയി തന്ന അത്രയും സമാധാനം. പക്ഷെ പോകുമ്പോഴേ എന്റെ മോളെ അവിടെ നിർത്തിയിട്ട് പോയാ മതി. നിങ്ങളെ മോള് ഒരു രാത്രിയെങ്കിലും നിങ്ങളെ കൂടെ നിൽക്കുവോ? ഉപ്പാന്ന് പറഞ്ഞാ പോരാ, മക്കളെ സ്നേഹിക്കണം. അല്ലെങ്കിൽ വഴക്ക് പറയെങ്കിലും വേണം. നിങ്ങൾ എപ്പോഴെങ്കിലും മോക്കൊരു മുത്തം കൊടുത്തിട്ടുണ്ടോ? ഒരു കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഒരു ഉപ്പ. ടിങ്കിടി ടിങ്കിടി, ഉപ്പാന്റെ പൊന്നുമോളിങ് വാ, ഉപ്പ നല്ലൊരു കഥ പറഞ്ഞുതരാം. മാഷാ അല്ലാ. എനിക്കെന്റെ ഉപ്പ കഥ അറിഞ്ഞാ മതി. അടുക്കളയിൽ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഇനി പട്ടിണി ഇറക്കണ്ട. അത് ഈ എന്നെ ഉരുട്ടി മുണിഞ്ഞാ മതി. എന്നാ അത്രയും നേരം ചെവി പൊത്തി കിടക്കണ്ടല്ലോ. ഈ ഒരു എന്തിനെ കൊണ്ടത്. ഇന്ന് നമുക്ക് ഇവിടെ കിടക്കാം അല്ലേ മോളെ? ഉപ്പ ഒരു കഥയും കൂടി പറയേ. ഇനി കഥ മതിയാക്കി ഉറങ്ങാൻ നോക്കി. ഉറങ്ങിക്ക മോളെ, നേരം കൊറേയായി. ഉമ്മ എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. ആ ഉമ്മപ്പ കൊണ്ടുവരാട്ടോ. പൂച്ചാന്റെ മാരി ഇരട്ടത്തൂത്തിന് തിന്നണം മജീദെ. എല്ലാരും അപ്പം വെളിച്ചത്തിരുന്ന് തിന്നൂടണക്ക്. വല്ല മുള്ളും തൊണ്ടേ കെട്ടണ്ട.